അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായിരുന്നു. ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സാമൂഹിക വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ വർഷം തോറും ഇങ്ങനെ ഒരു ആചാരം കണക്കെ ഡിസംബർ 10 ഒരു അനുസ്മരണം നടക്കുന്നു എന്നത് കഴിച്ചാൽ കാലം ഇത്രയായിട്ടും ചർച്ചകൾക്കപ്പുറം ഇന്നും പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമാണ് മനുഷ്യരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും അതത് ജനത അവകാശ ലംഘനങ്ങളുടെ ഇരകളാണ്. പാലസ്തീനിലായാലും ഇവിടെ ഇന്ത്യയിലായാലും മത രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിക്കാനുള്ള മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വത്ത് വകകളെ സംബന്ധിച്ച് അഭിമാനവും സുരക്ഷിതത്വയും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ചയാവാറുണ്ട്. സ്ത്രീ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ, കുട്ടികളുടെ സുരക്ഷിതത്വം, വൃദ്ധ മാതാപിതാക്കളുടെ സംരക്ഷണം, വിശ്വാസം, ആരാധന, ജാതീയത, വംശീയത, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാത് സന്ദർഭങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തെ അവഗണനകളിൽ പ്രത്യേകിച്ചൊരു വിഭാഗം മാറ്റി നിർത്തപ്പെടുന്നത്, ഒരു തൊഴിൽ രഹിത സമൂഹം ഇവിടെ വളർന്നു വരുന്നത്, അങ്ങനെ നമ്മുടേതായ ഒരുപാട് പരിമിതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഷയത്തിലും ഒരുപാട് നിരപരാധികൾ ജയിലിലടക്കപ്പെട്ട മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, ഇന്ന മേഖലകളെന്ന് പറയാൻ പറ്റാത്ത വണ്ണം എല്ലാ ഏത് മേഖല എടുത്തു നോക്കിയാലും അവിടെ ഒരു നിഷേധം, നമുക്ക് ലഭിക്കേണ്ടുന്ന മൗലികമായ അവകാശം നമുക്ക് ലഭിക്കാതെ പോകുന്നു. ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കഥയുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ. അതിൽ പറയുന്നത് മനുഷ്യനല്ലാത്ത മറ്റ് ജീവജാലങ്ങൾക്കും ഭൂമിയുടെ അവകാശികളാണ് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ പല പരിസ്ഥിതി വിഷയങ്ങൾ, ഭൂമിയുടെ സംരക്ഷണം, അതുപോലെ തന്നെ പ്രകൃതിയുടെ സംരക്ഷണവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകളും സമരങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു പാമ്പിനെ കൊല്ലാൻ പാടില്ല, എലിയെ കൊല്ലാൻ പാടില്ല. ആ ജീവിയോടുള്ള മൗലികമായ അവകാശങ്ങളാണ്. അതിനെതിരെയൊക്കെ കടുത്ത ശിക്ഷകളും ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ വിനോദത്തിൻ്റെയൊക്കെ ആവശ്യമായിട്ട് ടൂറിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ മൃഗങ്ങളെ പ്രകോപിപ്പിക്കാൻ പാടില്ല. പലരും ഒരു റീലിന് വേണ്ടിയിട്ട് ആനനെയൊക്കെ കാട്ടിച്ചെന്നിട്ട് ഇങ്ങനെ പ്രകോപിപ്പിച്ച് റീലെടുത്തത് വലിയ കുറ്റകൃത്യമായി കേസെടുത്തുകൊണ്ട് ഒരുപക്ഷെ ജാമ്യം തന്നെ ഇല്ലാത്ത ജീവപര്യന്തത്തിലേക്ക് വരെ, ശിക്ഷയിലേക്ക് വരെ മാറിക്കൊണ്ടിരിക്കെ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി, അവയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കെ അതിൻ്റെ ഒരു പരിഹാരം ഒരു കഥയില്ലാത്ത അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവകാശ നിഷേധങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ഇവിടെ മനുഷ്യന്റെ മൗലിക അവകാശത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? നമ്മളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരാണ് മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്? അതും നമ്മൾ തന്നെയാണ്. മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കേണ്ടത് ആരാണ്? അതും നമ്മൾ തന്നെയാണ്, മനുഷ്യന്മാർ തന്നെയാണ്.
മനുഷ്യന് ലഭിക്കേണ്ടുന്ന അവൻ്റെ ജീവിത നിലനിൽപ്പുമായി ബന്ധപ്പെട്ട മൗലിക അവകാശത്തിൻ്റെ വാദിയും പ്രതിയും ആരാണ്? നമ്മൾ തന്നെയായി മാറുന്ന ഒരവസ്ഥ അല്ലേ? അവകാശങ്ങൾ നമ്മുടേത്, അവരുടേത്, ഇന്ന ജാതിയുടേത് അല്ലെ? നിങ്ങളെടുത്ത് നോക്കിയ ഓരോ സന്ദർഭങ്ങളും ഞാൻ എടുത്ത് പറയേണ്ടതില്ലല്ലോ. ഓരോരോ വിഷയത്തിലും അങ്ങനെ വേർതിരിവോടുകൂടി ചിലർക്ക് മാത്രം അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക, ചിലർക്ക് മാത്രം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുവെങ്കിൽ നമ്മളിങ്ങനെ തണലന്വേഷിച്ചിട്ട് ഇപ്പോഴും ഈ മരുഭൂമിയുടെ കൊടും ചൂടിലേക്ക് എന്താണ് മനുഷ്യന്റെ ഈ ഒരു വിമോചനത്തിന് നിഷേധിക്കപ്പെടുന്ന അവന് ലഭിക്കേണ്ടുന്ന ഈ അവകാശങ്ങൾ ലഭ്യമാകാനുള്ള പരിഹാരം മരുഭൂമിയിൽ തണലന്വേഷിക്കുന്നത് പോലെ നമ്മളിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ്. ഇതിൻ്റെ ഒരു മൗലികമായ ഒരു കാരണമുണ്ട്. ഞാൻ ആ കാരണത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. നാളെ ഇതുവരെയായി ഇവിടെയുള്ള ജാതികളും മതങ്ങളും പ്രസ്ഥാനങ്ങളും വിമോചന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഇപ്പം ഇലക്ഷൻ സന്ദർഭത്തിൽ തന്നെ അവരുടെയൊക്കെ ഇതെന്തായിരുന്നു മെയിൻ? ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ സംരക്ഷിക്കും, നമുക്ക് ലഭിക്കേണ്ടുന്ന നീതി നേടിത്തരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ സ്ഥാനാർത്ഥികൾ നമ്മുടെ അടുത്ത് വോട്ടും തേടി വന്നത്. ഇതുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? എവിടെയാണ് നമുക്ക് തെറ്റുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മൗലികമായും മനുഷ്യന്റെ പദവിയും അവന്റെ സ്ഥാനവും അവന്റെ ഉത്തരവാദിത്വവും അവന്റെ നിയോഗ ലക്ഷ്യവും നിർണയിക്കാത്തിടത്തോളം കാലം അവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുകയില്ല. ആരാണ് മനുഷ്യനെന്ന്, എന്തിന് മനുഷ്യൻ ഇവിടെ വന്നുവെന്ന്, ഇതിനുശേഷം നമ്മൾ എങ്ങോട്ട് പോകുന്നുവെന്ന ഉത്തരത്തിലാണ് മനുഷ്യന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇതിന് മറുപടി പറയാൻ ഇസ്ലാമിന് മാത്രമേ സാധ്യമായിട്ടുള്ളൂ. ലോകത്ത് മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങളെക്കുറിച്ച് പ്രഖ്യാപിച്ചതും അത് പ്രയോഗവൽക്കരിച്ചതും ഇസ്ലാം മാത്രമാണ്. ഹജ്ജത്തുൽ വിദായിൽ വെച്ചിട്ട് ഹബീബായ ഹാത്തിമുൽ അംബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ മനുഷ്യന് ലഭിക്കേണ്ടുന്ന മൗലികമായ അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് റസൂൽ അതിൽ പറഞ്ഞത്? നമസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെ കുറിച്ചിട്ടില്ല, ഹജ്ജിലാണ്. ഒരു ആരാധന കർമ്മത്തെ സാക്ഷി നിർത്തിയിട്ട് ആ ആരാധനയുടെ മഹത്വങ്ങളല്ല റസൂല് പറഞ്ഞത്. നിങ്ങൾ ഇനി മുതൽ നമസ്കാരം മുടക്കരുത്, നോമ്പ് നിലനിർത്തണം എന്നല്ല റസൂല് പ്രഖ്യാപിച്ചത്. ഒരു ആരാധനയിൽ മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങൾ സ്ഥാപിക്കുകയായിരുന്നു, പ്രയോഗവൽക്കരിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ അഭിമാനം, മനുഷ്യന്റെ സ്വാതന്ത്ര്യം, മനുഷ്യന്റെ സമത്വം, അവന്റെ സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അതിശക്തമായ വിപ്ലവകരമായ പ്രഖ്യാപനമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. ആരാണ് മനുഷ്യൻ? മനുഷ്യനെ വേർതിരിച്ച് മനുഷ്യന്റെ പദവിയും മനുഷ്യന്റെ താഴ്മയും മതത്തിന്റെയും ജാതിയുടെയും പേരിൽ നടത്തിക്കൊണ്ടിരിക്കെ വലക്കത് കറംനാ ബനി ആദം, മനുഷ്യൻ ആരുമാകട്ടെ, മനുഷ്യൻ ജാതിയല്ല, മതമല്ല, ഗോത്രമല്ല, സമ്പത്തല്ല, ഇബ്നു ആദം, ആദം മക്കൾ, വലക്കത് കറംനാ ബനി ആദം, ആദം മക്കളെ ഞാൻ ആദരിച്ചിരിക്കുന്നു. ആരാധരിച്ചിരിക്കുന്നു? അല്ലാഹു സ്രഷ്ടാവ്. സ്രഷ്ടാവിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ സൃഷ്ടിയാണ്. മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സൃഷ്ടിയായ മനുഷ്യര് ഒരുപാട് സൃഷ്ടികൾ ഉണ്ടായിരിക്കെ ആ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാണ് മനുഷ്യൻ. വലക്കത് കറംനാ ബനി ആദം, ആ മനുഷ്യരെ ഞാൻ ആദരിച്ചിരിക്കുന്നു.
ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഒരു ക്രമത്തോടുകൂടി മനോഹരമായ ഒരു ഘടനയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹു പറഞ്ഞ, സൃഷ്ടാവ് പറഞ്ഞ ആ ഒരു രൂപത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളോളം അത്യുന്നതമായ മറ്റൊരു സൃഷ്ടിയില്ല. ഇതാണ് മനുഷ്യന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇസ്ലാം അല്ലാതെ ഈ സ്ഥാനം വകവെച്ച് തന്ന ഏത് പ്രസ്ഥാനങ്ങളാണ്, ഏത് വ്യവസ്ഥയാണ് ലോകത്തുള്ളത്? മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്ന, മനുഷ്യന്റെ വിഷയങ്ങളിലേക്ക് കടന്നു വരുന്ന, പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ജാതീയത അവിടെ പ്രശ്നമാണ്, മതം പ്രശ്നമാണ്, ഗോത്രം പ്രശ്നമാണ്, സ്ഥാനം പ്രശ്നമാണ്, സമ്പത്ത് പ്രശ്നമാണ്. എന്നിട്ടോ ആരാണ് നിങ്ങൾ? ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. നിങ്ങൾ പരസ്പരം മനുഷ്യന്റെ അടിമകളായി കഴിയേണ്ടവനല്ല. നിങ്ങൾ പരസ്പരം മാറി നിൽക്കേണ്ടവരുമല്ല. നിങ്ങൾ എന്റെ പ്രതിനിധിയാണ്, അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഉത്തരവാദിത്തമുള്ള, ലക്ഷ്യബോധമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. ഈ ഒരു കൃത്യമായ ലക്ഷ്യബോധം മനുഷ്യന് നൽകാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകൾക്ക് അവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും കഴിഞ്ഞില്ല. ഏത് വിഷയത്തിലെടുത്ത് നോക്കിക്കൂ, ആരാണോ വ്യവസ്ഥകൾ ഉണ്ടാക്കിയത് ആ വ്യവസ്ഥകൾക്ക് അനുയോജ്യമായി മാത്രം നിലനിൽക്കുമ്പോൾ മാത്രമാണ്, ആ വ്യവസ്ഥകൾക്കെതിരായി നമ്മൾ മാറുമ്പോൾ നമ്മൾ അവിടെ പ്രശ്നക്കാരനായി മാറുകയും അവിടെ നമ്മൾ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നവരായി മാറുകയുമാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ രാജ്യത്ത് തന്നെ ഇവിടത്തെ സംഘപരിവാർ ഫാസിസം, അവർ പറയുന്ന വ്യവസ്ഥക്ക് അനുയോജ്യമായി നമ്മൾ നിന്നാലാണ് നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ. അതിനെതിരെ നമ്മുടെ മൗലികമായ ചിന്തയും സ്വാതന്ത്ര്യബോധവും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ മറികടക്കാൻ ശ്രമിച്ചാൽ അവിടെ നമ്മൾ പീഡിതരും നിന്ദിതരും അടിച്ചമർത്തപ്പെടുന്നവരുമായി മാറുന്നു. അവിടെ നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. അവിടെ മനുഷ്യൻ എന്ന പരിഗണനയല്ല ലഭിക്കുന്നത്, ഞങ്ങളുടേത്, ഞങ്ങളുടെ ആള് എന്നിടത്തേക്ക് നമ്മൾ മാറുന്നു. എന്നിട്ടോ നിങ്ങളുടെ ജീവിതം ഉത്തരവാദിത്തബന്ധിതമാണ്. വൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഅദിൻ വത്തഖുല്ലാഹ്. നാളെ നിങ്ങൾക്ക് എന്തൊരു ലക്ഷ്യം മുൻനിർത്തിയാണോ അള്ളാഹു നിങ്ങളെ ലോകത്തിലെ എല്ലാ ജീവികളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടിയാക്കപ്പെട്ടുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയക്കപ്പെട്ടത്, അതിനെ പറ്റിയിട്ടുള്ളൊരു അക്കൗണ്ടബിലിറ്റി, നാളെ നിങ്ങൾ അതിനെപ്പറ്റി മറുപടി പറഞ്ഞേ തീരൂ. ഈ ഒരു ഉത്തരവാദിത്ത ബന്ധത്തെ സംബന്ധിച്ച് അവകാശങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും അത് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്ത് മനുഷ്യൻ തന്റെ സ്വന്തം ഉത്തരവാദിത്തങ്ങളെ വിസ്മരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ ഉത്തരവാദിത്ത ബോധം, ഈ ഉത്തരവാദിത്ത വിസ്മൃതിയാണ് നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നതെങ്കിൽ, നമുക്ക് അർഹമായ അവകാശങ്ങൾ ലഭിക്കണം എന്നുണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി സന്നദ്ധരാവുകയാണ് ചെയ്യേണ്ടത്. എന്താണ് ആ ഖലീഫയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അവൻ സ്വതന്ത്രനാണ് എന്നുള്ളതാണ്. മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ. നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള, നമ്മൾ നിർമ്മിച്ചിട്ടുള്ള മാനുഷികമായ അടിമത്തത്തിൽ നിന്ന് സ്രഷ്ടാവിന് മാത്രം വിധേയപ്പെടുന്ന ഒരു അടിമത്തത്തിലേക്ക് മാറുമ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മനുഷ്യന്റെ മൗലികമായ അവകാശം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന ബോധം. രണ്ടാമത്തത് സമത്വമാണ്. ജാതിയുടെ പേരിൽ, വർഗീയതയുടെ പേരിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ മനുഷ്യനെ മനുഷ്യനായി കാണാൻ
ഈ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം കൊണ്ട് മാത്രമേ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയൂ. അവനാണ് മനുഷ്യനെ സ്വതന്ത്രനാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെ, അവിടെ വിശ്വാസ സ്വാതന്ത്ര്യം. ആരുമാകട്ടെ, ഏത് ജാതിയാകട്ടെ, ഇസ്ലാം വകവെച്ച് നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, മാനസികമായ സ്വാതന്ത്ര്യം. മനുഷ്യൻ അടിമയാണ്, മനുഷ്യന്റെ തന്നെ. മാനസിക സ്വാതന്ത്ര്യത്തിന്റെ ആ വിശാലത നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം വളരെ സാന്ദർഭികമായിട്ട് പറയാം. നമ്മുടെ കൂട്ടത്തിൽ വളരെ ഉയർന്നപ്പെട്ട, വളരെ ബഹുമാനപൂർവം ഉള്ള ഒരു ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് എന്തോ ഒരു ആവശ്യത്തിനൊരു മുഖ്യമന്ത്രി സഹായം ചെയ്തു തരാൻ പോവുകയാണ്. നമ്മൾ എന്തോ എടുക്കാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോൾ മുഖ്യമന്ത്രി ആ പുസ്തകം എടുത്തിട്ട് തരാൻ പോയാൽ നമ്മൾ അനുവദിക്കുമോ? വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം എന്നാ പറയാം. ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് വേണം, ഞാൻ എടുത്തിട്ട് വരാമെന്ന് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന ഒരാൾ ആരുമാകട്ടെ കേട്ടോ, നമ്മളിലെ ഒരു സാധാരണക്കാരൻ ആ സഹായം ഏറ്റുവാങ്ങുമോ? വാങ്ങൂല. നമ്മൾ എത്ര സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പറഞ്ഞാലും നമ്മുടെ മാനസികമായ അടിമത്തം അത് അനുവദിക്കൂല. മക്കം ഫതഹില് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കഅബയിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കയറാൻ വേണ്ടി ശ്രമിക്കുക. മൂപ്പർക്ക് കയറാൻ പറ്റുന്നില്ല, പൊക്കം കുറഞ്ഞ ആളാണ്. ഈ കഅബക്ക് കുറച്ച് ഉയരമുണ്ട്. റസൂൽ എന്ത് ചെയ്തെന്ന് അറിയോ? എഴുന്നേറ്റ് നിന്നിട്ട് കൈ ഇങ്ങനെ ചുമരിൽ വെച്ച് കൊടുത്തു. ബിലാലെ ചവിട്ടി കയറിക്കോ എന്ന് പറഞ്ഞു. കയറുമോ? നമ്മളാണെങ്കിൽ നബിയല്ലേ പറയണത്, വേണ്ട വേണ്ട വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ബിലാൽ വേറെ ഒന്നും ആലോചിച്ചില്ല, ആ നബിയുടെ കയ്യിൽ ചവിട്ടി കയറി. എന്തുകൊണ്ട് ബിലാലിന് അങ്ങനെ കയറാൻ കഴിഞ്ഞു? ഇസ്ലാം വകവച്ച്, ഇസ്ലാം പഠിപ്പിച്ച് അവിടെ ഏറ്റവും മാറ്റി നിർത്തപ്പെട്ട അടിമ, തന്റെ ഉടമ ആ മനുഷ്യനെ കിടത്തി ഉറക്കിയിരുന്ന് കാലിത്തൊഴത്തില്ല. ബിലാൽ കഥകൾ നമുക്കറിയാലോ. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവിടുത്തെ കാലിത്തൊഴുത്തിൽ കറുത്തവനായതുകൊണ്ട്, അടിമയായതുകൊണ്ട് ആ ഉടമയുടെ വീടിന്റെ ചാരത്ത് പോലും കിടന്നുറങ്ങാൻ അനുവാദമില്ലാതെ കാലികളുടെ കൂട്ടത്തിൽ തൊഴുത്തിൽ കിടന്നിരുന്ന് ഉറങ്ങിയിരുന്ന ഒരു മനുഷ്യന് ലഭിച്ച സ്വാതന്ത്ര്യം, മാനസികമായ സ്വാതന്ത്ര്യം, തന്റെ നേതാവായ ഹബീബായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ ചവിട്ടിക്കയറുന്നിടത്ത് യാതൊരു സങ്കോചവും ഉണ്ടായില്ല. ചവിട്ടിക്കയറി. ഇസ്ലാം വകവെച്ച് നൽകുന്ന മാനസികമായ സ്വാതന്ത്ര്യം. വേറെ ആർക്കാ ഇത്തരം ഒരു സ്വാതന്ത്ര്യം വകവെച്ച് നൽകാൻ കഴിയുക? അങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ തലത്തിൽ നിന്നുകൊണ്ടും ഇസ്ലാം മനുഷ്യനെ വിമോചിപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ മാറാൻ കഴിഞ്ഞത്? ആരാണ് മനുഷ്യൻ എന്ന ബോധം, ഞാൻ ആരാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമ, അള്ളാഹുവിന്റെ ഖലീഫയാണ്. വേറെ ഒരാളുടെയും യാതൊരു വ്യവസ്ഥയുടെയും സമ്പ്രദായങ്ങളുടെയും ആചാരങ്ങളുടെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിമയല്ല ഞാൻ. എന്നെ സ്വതന്ത്രനാക്കുന്നത് എന്റെ ആദർശബോധമാണ്, എന്റെ സ്ഥാനമാണ്, ഖലീഫത്തുള്ളയാണ്. എന്നിട്ടോ ഞാൻ ഇതിനെ പറ്റിയിട്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. വേറെ നിങ്ങളുടെ ഒരാളുടെ മുമ്പിലും ഞാൻ എന്നെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടതില്ല. ഇവിടുത്തെ വ്യവസ്ഥകൾ വെച്ചിട്ട് കഴിയൂ? എനിക്ക് ഞാൻ എത്ര ചങ്ങലക്കെട്ടുകളിലാണ് ബന്ധിതനായിരിക്കുന്നത്? എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, എൻ്റെ സംസ്കാരത്തിൻ്റെ, എൻ്റെ ആചാരങ്ങളുടെ, എൻ്റെ നാട്ടാചാരങ്ങളുടെ, എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ എത്ര ചങ്ങലക്കെട്ടുകളിലാണ് മനുഷ്യൻ ഇവിടെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കെ അവനെങ്ങനെ അവകാശങ്ങൾ വകവെച്ചു തരും? ഇവിടെ ഇസ്ലാം വിമോചിപ്പിക്കുകയാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്നെ ഒരു സമ്പൂർണ്ണ മനുഷ്യനാക്കുന്നത് നാളെ ഞാൻ മടങ്ങിച്ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് ഉത്തരം ബോധിപ്പിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ചിട്ടുള്ള എൻ്റെ പ്രതീക്ഷകളാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ
ഞാൻ ആസ്വദിക്കുന്നത്, ഞാൻ നേടുന്നത്, അവിടെ വെച്ചുള്ള വിചാരണയിലെ പ്രതിഫലമാണ് ഞാൻ നേടുന്നത്. ഈ ഒരു ബോധം മനുഷ്യനെ സ്വതന്ത്രനാക്കി മാറ്റുകയാണ്. ഞാനിവിടെ നിർത്തുകയാണ്. എന്തൊക്കെ തന്നെ മനുഷ്യനെ പറ്റിയിട്ടുള്ള വിമോചനങ്ങളെ കുറിച്ച് അവകാശങ്ങൾ പറഞ്ഞാലും നമുക്ക് അവകാശങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ സ്ഥാനത്തെ, നമ്മുടെ പദവിയെ നമ്മൾ അംഗീകരിക്കാത്തിടത്തോളം കാലം നമ്മൾ മാനസികമായ അടിമത്തത്തിലായിരിക്കും. ഒരു മനുഷ്യന്റെ അവകാശങ്ങൾ നേടാനുള്ള മുഖ്യമായ അടിസ്ഥാനം അവന്റെ ഈ ഒരു മാനസികമായ സ്വാതന്ത്ര്യമാണ്. ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ്, ഞാൻ ഖലീഫത്തുല്ലാഹ്. എവിടെ വെച്ച്, എങ്ങനെ? എൻ്റെ വിശ്വാസ ബന്ധിതമാണത്. ഖലീഫത്തുല്ലാഹ് എന്ന് പറയുന്ന എൻ്റെ സ്ഥാനവും എൻ്റെ ഉത്തരവാദിത്വവും ഇത് വിശ്വാസബന്ധിതമാണ്. ഈ ഒരു ബോധം കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ബോധമാണ് ലോകത്ത് മനുഷ്യന് വിമോചനം നേടിക്കൊടുത്തത്. അതുകൊണ്ടാണല്ലോ ചെറിയ ചെറിയ സൂറത്തുകളിൽ മനുഷ്യന്റെ വിമോചനങ്ങളെ കുറിച്ച്, അല്ലേ? ആരാണ് മനുഷ്യൻ എന്ന് പറയുന്നിടത്തില് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. പരസ്പരമുള്ള ബന്ധങ്ങൾ പോലും അള്ളാഹുവുമായി മനുഷ്യനുമായിട്ടുള്ള കടപ്പാടുകൾ, ബന്ധങ്ങൾ ലോകത്ത് രണ്ട് വർഗങ്ങളെയുള്ളൂ. ഒന്ന് സ്ത്രീവർഗമാണ്, മറ്റൊന്ന് പുരുഷവർഗമാണ്. രണ്ടിനും രണ്ടിന്റെ നാഥൻ സൃഷ്ടാവ് നിശ്ചയിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിനം ഉത്തരവാദിത്ത ബോധം. ഈ ഉത്തരവാദിത്ത ബോധത്തിന്റെ വിസ്മൃതിയാണ് നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ കാരണം. ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ഇസ്ലാം മനുഷ്യ സമൂഹത്തിലേക്ക് ഇടപെട്ടപ്പോഴാണ് അവിടെ വിമോചനം സംഭവിച്ചത്, അല്ലേ? ചെറിയ ചെറിയ സൂറത്തുകൾ നിങ്ങൾ കേട്ട് പഠിച്ചിട്ടില്ലേ? അറഅയ്തല്ലദീ യുകസിബു ബിദ്ദീൻ. ആരാണ് ദീനിനെ കളവാക്കുന്നവൻ? ആരാണ്? നമസ്കരിക്കാത്തവനാ? ആരാധന വഴിപാടുകൾ നടത്തിയിട്ട് ഇപ്പുറത്ത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന സാമ്പത്തിക വ്യവസ്ഥകളാ? അല്ലല്ലോ. എന്താണ് ദീൻ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. അവിടെ വിശപ്പുമായി, പട്ടിണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്ത് മനുഷ്യന് ലഭിക്കേണ്ടുന്ന അന്നം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ, ഭക്ഷണത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇസ്ലാം സംസാരിക്കുകയാണ്. ഞാൻ മുഖദ്ദിമയിൽ ഓതി വെച്ച ആയത്ത്, നിങ്ങൾ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഉത്തരവാദിത്ത ബന്ധിതമായ വർത്തമാനം, സൂറത്തുൽ ബഖറയിലെ 281 വചനം. പരലോക സംബന്ധമായ വർത്തമാനം പറയുന്നത് എപ്പോഴാണെന്നറിയൂ? പലിശ സംബന്ധമായ സാമ്പത്തിക വർത്തമാനം പറഞ്ഞപ്പോഴാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് 282 ആയത്ത് കടം കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മനുഷ്യന് അബദ്ധം സംഭവിച്ചു. ലോകത്തെ മനുഷ്യന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ, നഷ്ടപ്പെടാൻ കാരണം സാമ്പത്തികമായ ചൂഷണങ്ങളായിരുന്നു. മനുഷ്യന്റെ വിമോചനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും സാമ്പത്തിക ചൂഷണത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് മുഴുവൻ വ്യവസ്ഥകളും രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് ഉത്തരവാദിത്തം സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, അവിടെ മറ്റൊരു അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉത്തരവാദിത്ത ബന്ധിതമായ പരലോകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ചെറിയ ചെറിയ സൂറത്തുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഓരോന്നും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ ഒരു പരിഹാരം, വിമോചനം എന്നും ഇങ്ങനെ സംസാരിച്ചു പോകുന്നതിനപ്പുറം മനുഷ്യന്റെ വിമോചനം, മനുഷ്യന്റെ അവകാശങ്ങൾ നേടണമോ, മനുഷ്യൻ അള്ളാഹുവിന്റെ ഖലീഫയായി മാറാൻ കഴിയണം. എങ്ങനെ കഴിയണം? നമ്മളിലൂടെ കഴിയണം. നമ്മളാണത് പ്രയോഗവൽക്കരിക്കേണ്ടത്. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി, ഉത്തരവാദിത്ത ബോധമുള്ള അടിമയായി മാറാൻ എന്നിലൂടെ, നിങ്ങളിലൂടെ കഴിയുമ്പോൾ ലോകത്ത് സമാധാനം പുലരും.
അവിടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും. ആരിലൂടെ? നമ്മിലൂടെ. അങ്ങനെ ഒരു ഉത്തമമായ വിഭാഗം വലക്കത് കറന്ന ബനി ആദം ലഖദ് ഖലഖന ഇൻസാന ഫി അഹ്സനി തഖ്വീം. ഒരു ഉത്തമ സമുദായം അവിടെ ഉയർന്നു വരും. അത് വന്നില്ലെങ്കിലോ അസ്ഫല സാഫിലീൻ, നിന്ദ്യമായ മറ്റൊരു സമുദായമായിരിക്കും അവിടെ കൈകാര്യകർത്താക്കളായി വരിക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മാറുന്ന ഉദാത്ത മാതൃകയായി മാറുവാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും സജീവമായി നിലകൊള്ളുന്ന നമ്മുടെ ബായാർ അഷ്റഫ് സാഹിബിൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകും. ആ മാതാവിൻ്റെ മർഹമത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി എല്ലാവരോടും പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിന് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل وسلم على رسولك سيدنا ونبينا ومولانا محمد صلى الله عليه وسلم. اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم ارض عن أشرف الخلفاء الراشدين وعن بقية أصحاب رسول الله أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر والله يعلم ما تصنعون. سبحان رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين. أقم الصلاة.